ഗായ്സ്, ഇവിടുത്തെ പിള്ളേർക്ക് വഴിയുന്നൊരു പൂച്ചസേറിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ തലേ ദിവസം ഇവനെ ഞാൻ വഴിയുന്ന കണ്ടെന്നാണെങ്കിലും കാണാത്ത പോലെ ഞാൻ വീട്ടിലേക്ക് വരാ ചെയ്തത്. കാരണം വേറൊന്നുമല്ല, മമ്മിക്ക് വരാനൊന്നും അത്ര പിടിക്കത്തില്ല. വീട്ടിൽ അപ്പിയിടും, കൊച്ചിന് മാന്തും, ഇങ്ങനെയൊക്കെയാ മമ്മി പറയാം. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല, ആരാണ് ഇവരെ കൊണ്ടുവന്നത് പിന്നെ അവർ നോക്കൂല, എന്റെ തലയിലാവും എന്നുള്ളതാണ് മമ്മിയുടെ ഏറ്റവും വലിയ പേടി. പക്ഷെ പിള്ളേർക്ക് ഇതൊന്നും പറഞ്ഞാൽ അറിയില്ലല്ലോ, അവരിതിനെ കണ്ട പാടെ പൊക്കി വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ ഇതൊന്നുമല്ല, സൊല്യൂഷൻ ഇല്ലാത്ത വേറൊരു ഡൗട്ട് ഞങ്ങൾക്കുള്ളത്, ഇവൻ തീരെ കുഞ്ഞാണെന്നാ തോന്നുന്നത്. ഇവനൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾക്ക് ശീലവും ഇല്ല. പാല് കൊടുക്കാൻ നോക്കിയിട്ടാണ് കുടിക്കുന്നില്ല. ലാസ്റ്റ് പില്ലറിലൊക്കെ ഞങ്ങൾ വെച്ചു കൊടുത്തു നോക്കിയെങ്കിലും അവനത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവനതൊന്നും വേണ്ട, ഇങ്ങനെ നടന്നാൽ മതി, പിടിച്ചെടുത്ത് കിട്ടുന്നുമില്ല ഞങ്ങൾക്കാണെങ്കിൽ. ഇവനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡൗട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് മുൻപിലാകെ നിൽക്കുന്നത്. അപ്പോഴാണ് പിള്ളേർ പറഞ്ഞോ ഇതിന്റെ മേത്ത് നല്ല ഡോട്ട് ഉണ്ടെന്ന് കുളിപ്പിച്ചാലോന്ന്. പിന്നെ ഇത്തിരി പോന്നില്ലാത്ത ഈ സാധനത്തിനെ കുളിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതായി അടുത്ത പാട്. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല. എനിക്ക് വളരെ പേടിയാണ് ഇവരൊക്കെ പിടിക്കുന്നത് തന്നെ. ഇങ്ങനെ നടക്കാനും എവിടെയെങ്കിലൊക്കെ പാത്തു പോയിരിക്കാനാണ് അവന് ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നത്. പിള്ളേരും ഒന്ന് താഴെ ആ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പേടിച്ച് രണ്ടും കൽപ്പിച്ച് ചാടിത്തുള്ളി ഓടിയപ്പോഴാണ് ഞാൻ നോക്കണ്ടത്. ഒരു കാലിൽ ഒരു ചെരുപ്പും വേറൊരു കാലിൽ വേറൊരു ചെരുപ്പിട്ട് പോയ കിളിയായ എണ്ണിലാണ് പൂച്ചയെ വളർത്താൻ പ്രതീക്ഷ വെച്ചതെന്ന് മനസ്സിലാക്കി എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ഗൈസ്. സ്വന്തം കാര്യം നോക്കാൻ അറിയാത്ത എന്നിലാണ് ഈ പിള്ളേർ ഈ പൂച്ചക്കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. ചേട്ടാ, ഞാൻ പെട്ടെന്ന് ഓർത്താണ് ആദ്യം നിന്നെങ്കിലും ഇവന്റെ കളിയും നിൽപ്പൊക്കെ കണ്ടപ്പോ നല്ല രസമുണ്ട് കേട്ടോ. പിന്നൊന്നും നോക്കിയില്ല, അംഗത്തിന് ഞാൻ നേരിട്ട് ഇറങ്ങാ ചെയ്തത്. പാല് വിട്ട് ഫില്ലറിൽ വെള്ളം കൊടുക്കാൻ നോക്കി. പൂച്ച സാറാണെങ്കിൽ ആകെ ഇറിറ്റേഷൻ എടുത്ത പോലെ ഇങ്ങനെ പെരുവരാന്നിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല. അവന്റെ മനസ്സിലാവും പെട്ടെന്ന് പഠിച്ചവനെന്നായിട്ടാണ് വിചാരിച്ചിരിക്കുന്നതെന്നാ തോന്നണേ. രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കാൻ തുടങ്ങിയെങ്കിലും ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെയും പിടിച്ച് പാല് കൊടുക്കാൻ നോക്കി, വെള്ളം കൊടുക്കാൻ നോക്കി, അവനൊന്നിലും എടുക്കുന്നില്ല. അവസാനം ഞാൻ തോറ്റ് പിൻവാങ്ങുകയാണ് ചെയ്തത്. അപ്പോഴാണ് തങ്കോസ് പറയണേ ഇതിനെ താൽക്കാലികമായിട്ടൊന്ന് കിടത്താനൊരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കണമെന്ന്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, തട്ടും പുറത്ത് കയറി ഒരു ബോക്സ് സംഘടിപ്പിച്ചു. പൂച്ച സാറിപ്പോൾ റെസ്റ്റിലാണ് ഗൈസ്. ഇവൻ ഉറക്കം എണീറ്റാൽ എന്ത് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത്. ഇവന് ഫുഡും വെള്ളവും കൊടുക്കാതെ എന്തായാലും തട്ടിപ്പോകുന്നുള്ളത് ഉറപ്പാ. പക്ഷെ ഇവന് നോക്കാൻ ഞങ്ങൾക്കൊട്ട് അറിയാനും പാടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ ഗൈസ്?